ഹേ ഗായ്സ്, ഞാനിപ്പോൾ പട്നി ടോപ്പിലാണുള്ളത്, ജമ്മു ആൻഡ് കാശ്മീരിലാണുള്ളത്. ഇനി ഞാൻ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോവാണ്. ഇന്ന് ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട് മെയിൻ ഹൈവേ എത്താൻ. റോഡൊക്കെ കണ്ടോ, ചെറിയ റോഡാണ്, ചുറ്റും പൈൻ ഫോറസ്റ്റ്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. എന്തായാലും വേറെ രസമാണ് ഇരുട്ടിങ്ങനെ നടന്നു പോകാനും കാഴ്ചകളൊക്കെ കാണാനും. ഇനി എന്തായാലും ഇവിടുന്ന് ബസ് കിട്ടുമോ നോക്കട്ടെ. എന്തായാലും മെയിൻ ഹൈവേ എത്തിയാൽ ഹിച്ച് ഹൈക്കിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ റോട്ടിൽ വളരെ കുറഞ്ഞ വണ്ടികളെ വരുള്ളൂ. എന്തായാലും നമുക്ക് ശ്രീനഗറിലേക്ക് പോവാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ പട്നി ടോപ്പ് ഇറങ്ങിട്ടോ, ബസ്സിലാണ് വന്നത്. ഇനി ഇവിടുന്ന് ആ കാണുന്നതാണ് ഹൈവേ. ശ്രീനഗർ NH44 ആണ് ആ കാണുന്നത്. പക്ഷെ അവിടത്തേക്ക് പോകാൻ 2 കിലോമീറ്റർ ഇങ്ങനെ ചുറ്റി പോകണം. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരുപാട് കറങ്ങി പോകാനുണ്ട്. നല്ല പോലെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ചിലപ്പോൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം മറ്റോ ആയിരിക്കും. നല്ലപോലെ ചെറിയൊരു സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ശ്വാസം കിട്ടാത്തൊരു പ്രശ്നം. നമുക്കെന്തായാലും ഇങ്ങനെ നടന്ന് അതിന് മുന്നേ അവിടുത്തെ കയറാൻ വല്ല വകുപ്പുണ്ടോ നോക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ള് നടന്ന് പോയിട്ട് ഹൈവേ നമുക്ക് ഹിച്ച് ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. നമുക്ക് അവിടെയൊക്കെ മലയുടെ മുകളിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ കാണാം. ഫുള്ള് പൈൻ ഫോറസ്റ്റോട് നിറഞ്ഞിരിക്കുകയാണ്. താഴെക്കൂടെ ഒരു അരുവി പണ്ടപ്പോൾ ഒഴുകിയിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ വളരെ കുറച്ച് വെള്ളമായാലും അരുവിയിലിപ്പോൾ ഉള്ളൂ. അടിപൊളിയാണല്ലോ മൊത്തത്തിൽ. അവിടെ ഒരു വഴി കാണുന്നുണ്ട്, അതിലൂടെ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിലോമീറ്റർ ലാഭിക്കാം. യെസ്, നമുക്ക് ഇതിലൂടെ കയറാൻ പറ്റും. എന്തായാലും ഒരുപാട് കിലോമീറ്റർ അങ്ങനെ ലാഭമായി. നേരെ ഹൈവേ, ഇത് കയറി കഴിഞ്ഞാൽ പാട് നേരെ ഹൈവേ ആണ്. ഒരു ഡോഗ് ഉണ്ടല്ലോ ഇറങ്ങി വരുന്നത്. യെസ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ. യെസ്, എന്തായാലും നമുക്ക് കയറാം. ഇങ്ങനെയുള്ള ചുരം റോഡാകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഷോർട്ട് കട്ടൊക്കെ ഉണ്ടാവും. നിങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷോർട്ട് കട്ടൊക്കെ നോക്കി വെച്ചോ. ഒരുപാട് കിലോമീറ്റർ ലാഭിക്കാൻ പറ്റും നടന്നു പോവുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തി. ഉണ്ടോ, അവിടുന്ന് അങ്ങോട്ടേക്കൊരു ടണലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇച്ചേക്ക് ചെയ്തേ പറ്റൂ. ടണലിലൂടെ ഒരുപാട് കിലോമീറ്റർ നടക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വണ്ടി കിട്ടും നോക്കാം. അവിടെ ഇങ്ങനെ നോക്കിയാൽ നമുക്കൊരു ടോൾ ഗേറ്റ് കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടണലാണ്. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഇവിടുന്ന് എൻ്റെ ലിഫ്റ്റ് കിട്ടിയേ പറ്റുള്ളൂ. നോക്കട്ടെ ഏതെങ്കിലും വണ്ടി നിർത്തുമെന്ന്. ഞാനിപ്പോൾ ടണലിൻ്റെ മുന്നിലാണുള്ളത്. ഇതൊരു ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട്. വയ്യ എന്തായാലും എൻ്റെ അടുത്ത് ഇവിടെ നിന്നിട്ടുണ്ട്. നടന്നു പോക്ക് ഭയങ്കര റിസ്ക്കാണ്, ഓക്സിജൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇവിടെ വണ്ടി കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞാനിവിടേക്ക് നിന്നപ്പോൾ തന്നെ ഇവിടെ എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. കാരണം ഇവിടെ ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു വണ്ടിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ആ ഒരു വണ്ടിയിലാണ് വന്നത്. ഇവിടുന്ന് ഇനി 148 കിലോമീറ്ററാണ് ശ്രീനഗറിലേക്കുള്ളത്. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇച്ചേക്ക് ചെയ്യാം. ടണൽ മൊത്തം ഇരുടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് അടുത്ത വണ്ടി കിട്ടിയിട്ടുണ്ട്. ബയ്യയുടെ കൂടെയാണ് പോകുന്നത്. ശ്രീനഗർ വരെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെന്ന് വെച്ചാൽ വേറെ ലെവലാണ്. സൂപ്പറുള്ള ചെറിയ രീതിയിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് കാഴ്ചകളെന്ന് വെച്ചാൽ ഫുള്ള് മലകളാണ്. മലകളിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ രസമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ റോഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടണലൊക്കെ ഉള്ള റൂട്ടാണ്. സൈഡിലേക്ക് നോക്കുമ്പോൾ വ്യൂ അടിപൊളിയാണ്. ഒരുപാട് വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും. താഴെക്കൂടെ ഒരു ചെറിയൊരു റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നൈസല്ലേ. ഈ ഒരു വണ്ടിയിലാണ് വന്നത്. വയ്യ എന്നെ ഈ പഞ്ചാബി വൈഷ്ണോ ദേവി ധാബ, പഞ്ചാബി ധാബയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.
ധാബയുടെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട് നിങ്ങൾ. ധാബയിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അരുവി കാണാം. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ വില്ലേജസ് ആണ്. ഇവിടുന്ന് ബനിഹാലിലേക്ക് ഇനി ഒരു 4 കിലോമീറ്റർ കൂടിയുള്ളൂ. ബ്രോ ബനിഹാൽ വരെ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എനിക്ക് അടുത്ത വണ്ടി നോക്കേണ്ടി വരും. എന്നാലും നമ്മൾ ഒരുപാട് കിലോമീറ്റർ ഇപ്പോൾ ഈ വണ്ടി തന്നെ വന്നത്. നല്ല ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. ഇനി ശ്രീനഗറിലേക്ക് 97 കിലോമീറ്റർ ആണുള്ളത്. പോകുന്ന ബൈക്കൊക്കെ ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ തന്നെയാണ്. പോകുന്ന റൂട്ടൊക്കെ ഇങ്ങനെയാണ്. ചില സൈഡിലൊക്കെ നമുക്കിങ്ങനെ ലോറി സൈഡായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. ആക്സിഡൻ്റ് ഒക്കെ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ. ഫുള്ള് ലാൻഡ് സൈഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വയ്യ എനിക്ക് ഇവിടുന്ന് ആലു പൊറോട്ട വാങ്ങിത്തരാന്നാണ് പറഞ്ഞത്. എന്തായാലും വയ്യയുടെ കൂടെ ആലു പൊറോട്ട അയക്കട്ടെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആലു പൊറോട്ട അയക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആലു പൊറോട്ട അയക്കുന്നത്. നല്ല വലുപ്പമുണ്ട്. നൈസാണ്. ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാണ്. 4 കിലോമീറ്റർ കൂടി ബ്രോ ഉണ്ടാവും. നമ്മൾ ഈ കാണുന്നതാണ് ബനിഹാൽ. താങ്ക് യു സോ മച്ച്. ബ്രോ ഇവിടം വരെ ഉള്ളൂ. ഞാനത് ബൈ എടുക്കട്ടെ. ഞാനിനി ഇവിടെ നിന്ന് ഇനി ലിഫ്റ്റ് ഇട്ടോ നോക്കട്ടെ. ബ്രോ പോലീസിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. പോലീസ് സ്റ്റേഷനിലേക്കാണ് ബ്രോ പോകുന്നത്. ഞാൻ എന്തായാലും ഇനി അടുത്ത വണ്ടി കിട്ടും നോക്കട്ടെ. ബനിഹാൽ ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതൊരു സിറ്റി സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഞാൻ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ സിറ്റി സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വന്നു. എല്ലാവരുടെയും പണി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശ്രീനഗർ ഇവിടുന്ന് 89 കിലോമീറ്റർ, ലേയിലേക്ക് 512. നോക്കാം ഏതെങ്കിലും വണ്ടി വരുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ശ്രീനഗറിൻ്റെ അടുത്തെത്താറായി. ഇതുവരെ വേറൊരു വയ്യയുടെ കൂടെയാണ് വന്നത്. ഒരു ടാക്സിയിലാണ് ഞാനുള്ളത്. ഈ വയ്യ എന്നെ ഇവിടെ വരെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയ്യയുടെ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വയ്യയുടെ കൂടെ ഞാൻ ഇവിടെ വരെ വന്നു. ഇനി ഇവിടുന്ന് ഞാൻ മുന്നോട്ടേക്ക് പോവാണ് ശ്രീനഗർ സൈഡിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ശ്രീനഗറിലെത്തി. ഈ ഒരു സിറ്റി അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഔട്ട് സ്പോട്ട് കണ്ടോ. വെള്ളത്തിൽ വെള്ളം ഫുള്ള് കച്ചറായിട്ടാണ് ഉള്ളത്. പൂപ്പലൊക്കെ പിടിച്ച് നല്ല പച്ച കളറായിട്ടാണ് ഉള്ളത്. ഇടയ്ക്ക് അവിടെ താമസിക്കുന്നൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ടാങ്കിയൊക്കെ ഉണ്ട് കണ്ടോ. ഇപ്പോൾ ദാൽ ലേക്കിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ബോട്ട് കാണാൻ പറ്റും. Government rate is very high. I charge you 500 rupees if you want to go. You go this way, Lotus Lake. 500 രൂപയാണ് ബോട്ടിനെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇതൊന്നും എടുക്കുന്നില്ല. ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് മുന്നോട്ടേക്ക് തന്നെ പോവാണ്. കാരണം ഇതൊരു ടൗണാണ്. സംഭവം ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ദാൽ ലേക്ക് ബ്യൂട്ടിഫുൾ ആണ്. വേറെ രസമായിരിക്കും. പക്ഷേ നമുക്ക് ഈ ബോട്ട് വഴി ഇങ്ങനെ കറങ്ങാൻ പറ്റും. 500 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഇതിലും കുറച്ച് നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്കിവിടെ സൈക്കിളും സൗകര്യം ഉണ്ട് കേട്ടോ. സൈക്കിൾ എടുത്തിട്ടും നമുക്ക് ശ്രീനഗർ ഒന്ന് കറങ്ങാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് ഓരോ ഷോപ്പുകൾ കാണാം കണ്ടോ. ആ ഹൗസ് ബോട്ട് പോലത്തെ അതൊക്കെ ഓരോ ഷോപ്പുകളാണ്. കൊള്ളാം, നൈസാണ്, വേറെ രസമാണ്. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ നോക്കാം. നമുക്ക് ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നോക്കാം. ഇന്നെന്തായാലും ഞാൻ അധികം ക്യാമ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. ബോട്ട് റൈഡിന് ഓരോരുത്തർ ഓരോ പ്രൈസാണ് പറയുന്നത്. ചിലർ 500, ചിലർ 200, ചിലർ അതിലും കുറച്ചില്ലാന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ബസ് കയറിയിട്ടാണ് ഉള്ളത്. ഞാൻ ഇവിടുന്ന് ആർമിയും ജിമ്മു പോലീസൊക്കെ പിടിച്ച് വെച്ചിട്ട് എൻ്റെ ID എല്ലാം ചെക്ക് ചെയ്തു. വീഡിയോ യൂട്യൂബറോ? ഇവിടുന്ന് സോനമാർഗിലേക്ക് പോവാണ്. പക്ഷേ പോലീസ് പറയുന്നത് ഭയങ്കര ടഫാണ്. നാളെയും മറ്റന്നാളും ആഗസ്റ്റ് 15 വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നമുണ്ട്. ലിഫ്റ്റൊന്നും അടിച്ച് എനിക്ക് ലേയിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാർഗിലേക്കൊന്നും പോകാൻ പറ്റില്ല. സോനമാർഗ് പോയി തിരിച്ച് വന്നോ എന്നിട്ട് വീട്ടിലേക്ക് പോയിക്കൊന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഞാൻ ഈ ബസ് കയറിയിട്ട് ഇങ്ങനെ പോവാണിപ്പോൾ. പിന്നെ ബസ്സിലേക്ക് കയറ്റി വിട്ടത്, മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അവർ. ഈ ഒരു ബസ്സിലാണ് ഞാൻ വന്നത്. ഫൈനലി നമ്മളിപ്പോൾ കാണുന്നതാണ് ശ്രീനഗർ ടൗൺ മൊത്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂവിലാണ് ഞാനുള്ളത്. ഞാനിവിടുത്തെ ലോക്കലായിട്ടുള്ള ഭയ്യയുടെ കൂടെയാണ് വന്നത്. ഭയ്യാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ വക്കീൽ. അപ്കാ ഭി? വാസിക്. ഈ 2 ഭയ്യമാരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഭയങ്കര സ്നേഹം കേട്ടോ. കാശ്മീരിലുള്ള ആളുകൾ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് രാത്രി ഞാൻ ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഞാൻ ക്യാമ്പ് ചെയ്യും. പൊളി സ്ഥലമല്ലേ. നോക്കിയോ ആ വ്യൂ, നിങ്ങൾ ആ വ്യൂ നോക്കി നോക്കിയേ, വേറെ ലെവലാണ്. ഇപ്പോൾ ലോക്കലായിട്ട് ഞാൻ ഇവിടുന്ന് കണ്ട ലിഫ്റ്റ് അടിച്ച് കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഭയ്യാണ്. ഭയ്യയുടെ കൂടെ ഞാനിങ്ങനെ പോകുന്നതാണ്. വേറെ ലെവലല്ലേ. ഇവിടെ ഞാനങ്ങനെ എൻ്റെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. വേറെ രസമല്ലേ.
അവരെന്നെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു, എനിക്ക് നല്ലൊരു ക്യാമ്പിങ് സ്പോട്ട് കാണിച്ചു തന്നു. ഞാനങ്ങനെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. വേറെ രസമല്ല, വ്യൂ നോക്കിയാൽ നിങ്ങൾ വേറെ ലെവലാണ്. അപ്പോൾ എല്ലാ സാധനവും ഇവിടെ എടുത്ത് വെച്ചിട്ടാണുള്ളത്. എല്ലാം നീ ഇതിനുള്ളിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാവണം. അവരങ്ങനെ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടോ. ഒരു രസമാണ്, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ മുള്ളു പോലത്തെ ഒരു സാധനം ഉണ്ട്, കണ്ടോ? ഇവിടെ ഒക്കെ ഇത് കണ്ടോ, ഇതൊരു മുള്ളു പോലത്തെ ഒരു സാധനമാണ്. ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. നൈസ് സ്പോട്ടാണ്. ഞാൻ എന്തായാലും ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. വേറെ രസമല്ലേ? എൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് രസമാണല്ലേ. ഞാനിങ്ങനെ ശ്രീനഗർ സിറ്റി മൊത്തമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത. നമുക്കൊരു പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ നമ്മൾ മീറ്റ് ചെയ്യും, അവരുടെ കൂടെ നമ്മളിങ്ങനെ പോകും. ഇപ്പോൾ രാത്രി ആവാറായി. ഡിഗ്നിബാൾ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അങ്ങ് ദൂരെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ കളിക്കുന്നതായിട്ടൊക്കെ കാണാം. നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്കിങ്ങനെ വ്യൂ നോക്കി ഇങ്ങനെ ക്യാമ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാൻ പറ്റും. ആ മൗണ്ടൈൻ്റെ മുകളൊക്കെ നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാൻ പറ്റും. ഇപ്പം നോക്കിയാൽ നല്ലപോലെ ഇരുടായി. ശ്രീനഗർ ടൗണിൽ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിക്കുന്നത് കാണാം. ഗ്രാമത്തിലെ ആളുകളാണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. യെസ്, ഇനി എന്തായാലും ഞാൻ എൻ്റെ ടെൻറ്റ് പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് മെല്ലെ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാം. രാത്രി ശ്രീനഗറിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറെ രസമായിരുന്നു കാണാൻ. നമ്മളെന്തായാലും ഇവിടുന്ന് പോവാണ്, ഡിഗ്നി ടോപ്പിൽ നിന്ന് പോവാണ്. ഫെൻസൊന്നും ചാടിക്കിടക്കാൻ പറ്റത്തില്ല, വലിയ ഫെൻസാണ്, നടന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. See you guys. Bye bye.